ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് ഇന്ന് രാത്രികാലം മഹത്വമുണ്ടായിരിക്കട്ടെ. ഗ്രേസ് പ്രെയർ ഗ്രൂപ്പ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ തുടർമാനമായി നാം ചിന്തിച്ചു വരുന്ന ദൈവവചനത്തിലേക്ക് ഇന്ന് രാത്രികാലവും നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവിൽ ഞാൻ ശരണപ്പെടുന്നു. ക്രിസ്തീയ ജീവിത യാത്രയെക്കുറിച്ചുള്ള പഠനമാണല്ലോ നാം തുടർമാനമായി ചിന്തിച്ചു വരുന്നത്. ഇന്ന് രാത്രികാലം ക്രിസ്തീയ ജീവിത യാത്രയിൽ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ തക്കവണ്ണം ഉള്ള ആഹ്വാനത്തെ നമുക്ക് 2 പത്രോസ് 3-ാം വാക്യത്തിൽ കാണുവാനായിട്ടിടയാകുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ, അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമീൻ. യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവീൻ. ആമീൻ. ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട. ക്രിസ്തീയ ജീവിത യാത്രയിൽ നാം ആത്മീയമായിട്ട് വളർച്ച പ്രാപിക്കണം. ആത്മീയ ശിഷ്യത്വം നമ്മൾ വിട്ടിട്ട് ആത്മീയമായിട്ട് വളർച്ച പ്രാപിക്കുവാനായിട്ട് ആമീൻ പക്വതയുള്ള ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് ക്രിസ്തുയേശുവിലൂടെ ഇടയാകണം എന്നുള്ളത് ഓരോ വിശ്വാസിയും ഇന്ന് രാത്രികാലം മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ആമീൻ. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്: നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അപ്പോൾ വളരുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ആമീൻ. അങ്ങനെ വളരുവാൻ തക്കവണ്ണം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നാം എല്ലാവരും ശാരീരികമായിട്ട് വളരുവാൻ ആഗ്രഹിക്കുകയും ശാരീരിക വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രമീകരിക്കുകയും അതത് സമയം അതത് ക്രമീകരണങ്ങളിലൂടെ നമ്മൾ നമ്മുടെ ശരീരത്തെ നമ്മൾ പോഷിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം നേരിടുന്നതും അത് ഉൾക്കൊള്ളുന്നതും അതിനുവേണ്ടി പ്രയത്നിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ശാരീരികമായിട്ട് ഇല്ലെങ്കിൽ നമുക്കിൻ്റെ ശരീരത്തെ നമ്മൾ പോഷിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മാവിനെയും നമ്മൾ പോഷിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. എന്നാൽ മാത്രമേ ആമീൻ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നമ്മൾ കൊടുക്കുന്നത് പോലെ ആത്മീയ വളർച്ചയ്ക്കായിട്ടുള്ള പോഷകങ്ങളും നമ്മൾ കൊടുത്താൽ മാത്രമേ ആമീൻ നമ്മൾക്ക് ഒരു പ്രോഗ്രസീവായിട്ട് വളരുവാനായിട്ട് ആമീൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വസ്തുത നമ്മൾ രാത്രികാലം ഓർക്കുന്ന നന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ ആമീൻ ജീവിത യാത്രയിൽ എപ്പോഴും ഒരു ശിശുവായിട്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ ശിശുവിന് പരിമിതികളുണ്ട്. ശിശുവിന് ആമീൻ ആ ഓട്ടത്തിൽ ഇല്ലെങ്കിൽ ആ യാത്രയിൽ ആമീൻ ക്ഷീണിത അവസ്ഥയൊക്കെ നേരിടുവാനായിട്ട് സാധിക്കും. അധിക ദൂരം യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. വേണ്ടും പോലെ യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കാത്ത അവസ്ഥയൊക്കെയും ഒരു ശിശുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുമ്പോൾ ആമീൻ ആ ശിശു എന്നും ആമീൻ ശിശുവായിട്ടിരിക്കാനല്ല, മറിച്ച് വളർന്ന് ആമീൻ അധിക ദൂരം സഞ്ചരിക്കുന്ന ഒരു ആമീൻ പുരുഷനായി മാറുവാനായിട്ടാണ്, ഇല്ലെങ്കിൽ മനുഷ്യനായി മാറുവാനായിട്ടാണ് എല്ലാവരും ഈ ലോകത്തിലുള്ള എല്ലാവരും ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആത്മാവിനെ പോഷിപ്പിച്ച് ആത്മാവിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സമയാസമയങ്ങൾ കൊടുത്ത് നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ ആമീൻ ആ ബലത്തോടും ധൈര്യത്തോടും കൂടെ നമ്മൾ നടക്കണമെങ്കിൽ നമ്മൾ ഇന്ന് വായിച്ചു കേട്ടതുപോലെ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ആമീൻ. എബ്രായ ലേഖനം 5-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: കാലം നോക്കിയാൽ ആമീൻ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന്
വന്നിരിക്കുന്നു. എബ്രായ ലേഖന കർത്താവ് ആമീൻ പറയുന്നതാണ്, കാലം നോക്കിയാൽ ഇപ്പോൾ ആമീൻ നിങ്ങൾ ആമീൻ ശിശു ആയിട്ടിരിക്കേണ്ടതല്ല, മറിച്ച് ആമീൻ ഇപ്പോൾ ആമീൻ ആത്മീയമായിട്ട് വളർന്ന് ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾ ഇപ്പോഴും എന്തെടുക്കുന്നു? ആമീൻ ദൈവത്തിന്റെ അരുളപ്പാടിന്റെ ആദ്യ പാഠങ്ങളിൽ തന്നെ കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ചുരുക്കം പറഞ്ഞാൽ പിച്ച വെച്ച് നടക്കുന്നതേ ഉള്ളൂ. ശൈശവ പ്രായത്തിലേക്ക് എത്തിയിട്ടില്ല, ഇല്ലെങ്കിൽ പ്രായപൂർത്തി ആയിട്ടില്ല. ആമീൻ ഇപ്പോഴും ശിശുവിനെ പോലെ ആയിട്ട് ആമീൻ പിച്ച വെച്ച് നടക്കുന്നതേ ഉള്ളൂ. ആത്മീയമായിട്ട് അങ്ങനെയുള്ള ഒരു ശോഷിച്ച ജീവിതമല്ല ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. വീണ്ടും ആമീൻ നമ്മളെ ഉപദേശിക്കേണ്ടത് ഒരു ആവശ്യമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു എന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. അത് മാത്രമല്ല, കട്ടിയായിട്ടുള്ള ആഹാരം നിങ്ങൾക്ക് തരുവാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോഴും നിങ്ങൾക്ക് പാലാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു ശിശുവിന് ദഹിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ഒരു പാല് കുടിക്കുമ്പോൾ മാത്രമാണ്. കട്ടിയായിട്ടുള്ള ആഹാരം ഇപ്പോഴും കൊടുക്കുവാനായിട്ട് സാധിക്കില്ല. ആ സാധിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ആ ശിശുവിന് ആമീൻ അതെല്ലാം നൽകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ലയോ എന്ന് പറഞ്ഞതുപോലെ, നമ്മൾ ഇപ്പോഴും പാല് മാത്രമാണോ കുടിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ കട്ടിയായിട്ടുള്ള ആഹാരങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ആമീൻ 2 പത്രോസ് 3-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച പോലെ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളരണം. അപ്പോൾ നമുക്ക് എന്തെടുക്കും? നമുക്ക് ആമീൻ കട്ടിയായിട്ടുള്ള ആഹാരങ്ങൾ ഭക്ഷിച്ച് നമുക്ക് ആത്മീയമായിട്ട് വളരെ വർദ്ധിച്ച് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ വളർച്ച ആമീൻ അതിശയകരം അത്ഭുതകരമായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ അത് ഉൾക്കൊള്ളുവാനും ആ വളർച്ച കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. 1 പത്രോസ് 2:2 നമ്മൾ വായിക്കുന്നു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പോൾ ദൈവവചനത്തിന്റെ അറിവുണ്ടെങ്കിൽ, ദൈവവചനം ആവശ്യത്തിന് ഭക്ഷിച്ചാൽ, ദൈവവചനം ആവശ്യത്തിന് പാനം ചെയ്താൽ അതിനുള്ള ഒരു വാഞ്ച ഇപ്പോൾ ജനിച്ച ശിശുവിന് ആമീൻ പാൽ കുടിക്കുവാനുള്ള വാഞ്ച ഉള്ളതുപോലെ ആമീൻ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവവചനം ഉൾക്കൊള്ളുവാനുള്ള ഒരു വാഞ്ച, ആ ശിശുവിന്റെ ആ സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ പാല് കാണുമ്പോൾ അതിനോടുള്ള ആർത്തി, വിശക്കുമ്പോൾ പാലിന് വേണ്ടിയുള്ള ഒരു ആർത്തി ആ കുഞ്ഞിനുള്ളതുപോലെ നമ്മുടെ ജീവിതത്തിലും ആമീൻ ആ വചനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹവും വചനത്തിന് വേണ്ടിയുള്ള ഒരു ആർത്തിയും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആമീൻ നമുക്ക് ആത്മീയമായിട്ട് വളരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആത്മീയ വളർച്ചയ്ക്ക് അത് നമ്മളെ സഹായിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ദൈവവചനം നമ്മളുടെ ജീവിതത്തിൽ പോഷകങ്ങളെ നൽകി നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ആത്മീയ വളർച്ചയ്ക്ക് ക്രിസ്തീയ ജീവിത യാത്രയിൽ തുടർമാനമായിട്ടുള്ള ആമീൻ യാത്രയിൽ നമുക്ക് നടക്കുവാനായിട്ടുള്ള ബലം ഉയരത്തിൽ നിന്ന് പകർന്നു തരുവാൻ തക്കവണ്ണം ഈ വചനത്തിലൂടെ സഹായിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ ഈ ക്രിസ്തീയ ജീവിത യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ആമീൻ അത് പക്വതയുള്ള ഒരു യാത്രയായിട്ട്, പക്വതയിലേക്ക് ആമീൻ നമ്മൾ നീങ്ങുന്ന ഒരു യാത്രയായിട്ട് മാറണം. എന്നും കുഞ്ഞുങ്ങളായിരിക്കുവാനല്ല, ആമീൻ ആത്മീയ വളർച്ചയിൽ ഓരോ ചുവട്ടടി എടുത്തു വെച്ചുകൊണ്ട് ദൃഢതയും നിശ്ചയതയും പ്രാപിച്ചുകൊണ്ട് ആമീൻ നമ്മൾ മുന്നേറുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ആമീൻ അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ കട്ടിയായുള്ള ആഹാരം ആമീൻ നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. ആ കട്ടിയായിട്ടുള്ള ആഹാരം ആമീൻ എബ്രായ ലേഖനം 5:14 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ആമീൻ ആത്മീയ വളർച്ച നമുക്ക് ആവശ്യമെങ്കിൽ ഈ കട്ടിയായിട്ടുള്ള ആഹാരം നമ്മൾ കഴിച്ച് ആമീൻ അത് നമുക്ക് ദഹിക്കണമെങ്കിൽ, അത് നമ്മൾക്ക് ആത്മീയമായിട്ട് ഉൾക്കൊള്ളണമെങ്കിൽ ആമീൻ നമുക്ക് എന്ത് വേണം? ഒരു പക്വത വേണം. പ്രായ തികഞ്ഞവരായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഇതൊക്കെയും ആ സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് ഇല്ലെങ്കിൽ ആത്മീയ പക്വതയിലേക്ക് ഒരു ശിശുവിനെ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ആമീൻ ഈ വചനത്തോടുള്ള ദാഹം കൊണ്ട്, വചനം ആമീൻ അത് ഉൾക്കൊള്ളുന്നുകൊണ്ട് ഈ ശിശുവിന് ആമീൻ ആ വളരുവാൻ തക്കവണ്ണം, ആത്മീയമായിട്ട്
പ്രോഗ്രസീവായിട്ട് വളരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദ്യ പാഠങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, ആദ്യ പാഠങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ, ആദ്യ പാഠങ്ങൾ നമ്മളെ പോഷിപ്പിച്ച് നടത്തുമ്പോൾ നാം അല്പം ബലം പ്രാപിക്കുന്നു. എന്നാൽ നാം കട്ടിയായിട്ടുള്ളത് പ്രാപിച്ച് കട്ടിയായിട്ടുള്ളത് നമ്മൾ കഴിച്ച് നമ്മൾ പോഷകം ആത്മീയമായിട്ട് വളർന്ന് വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ ഉറച്ച് സത്യത്തിൽ നിലനിൽക്കുവാനായിട്ടുള്ള ധൈര്യം വചനം നമുക്ക് നൽകും. അങ്ങനെ ഏത് സാഹചര്യങ്ങളെയും നേരിടുവാനും ഏത് ഘട്ടങ്ങളെയും നമ്മൾ അതിജീവിക്കുവാനും ഒക്കെയും നമ്മളെ സഹായിക്കുന്നതാണ് അത് നമ്മൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴിയുന്ന ശിശുക്കളായിരിക്കാതെ എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മളെ തെറ്റായ ഉപദേശങ്ങൾ കൂടെയൊക്കെയും നമ്മളെ അലഞ്ഞ് അടിക്കുന്ന കാറ്റ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അലഞ്ഞ് ഉഴഞ്ഞ് പതറിപ്പോകുന്ന ഉപദേശങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ വചനം അനുസരിച്ച് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെയും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നാം ഉലഞ്ഞു പോകുവാനായിട്ടിടയാകാതെ അവിടെയൊക്കെയും ഉറപ്പും ധൈര്യവുമുള്ളവരായിട്ട് നിൽക്കുവാനും ആത്മീയ ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിത യാത്രയിൽ വിശ്വാസത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം വചനം നമ്മളെ സഹായിക്കും എന്നുള്ള വസ്തുതയോടെ നമ്മൾ ഓർക്കുന്നതല്ലായിരിക്കും. അതുകൊണ്ട് ഇതിനെ അവഗണിക്കുകയല്ല, മറിച്ച് ഇതിനെ ഉൾക്കൊള്ളുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. 1 യോഹന്നാൻ 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. കൽപ്പനകളെ അനുസരിച്ച് അവൻ അത് മനസ്സിലാക്കി അതിനെ പ്രമാണിച്ച് നമ്മൾ നടക്കുമ്പോൾ, അനുസരണത്തോടുകൂടെ നമ്മൾ നടക്കുമ്പോൾ ആത്മീയ വളർച്ചയ്ക്ക് അത് ഹേതുവാകുന്നു. ക്രിസ്തീയ ജീവിത യാത്രയിൽ ആത്മീയ വളർച്ചയില്ലാതെ നമുക്ക് മുന്നേറുവാനായിട്ട് വലിയ പ്രയാസമാണ്. പലപ്പോഴും നമുക്ക് വചനമൊക്കെയും നല്ലവണ്ണം അറിയാമായിരിക്കും. ബൈബിളൊക്കെയും നമ്മൾ നന്നായിട്ട് വായിച്ച് കൈകാര്യം ചെയ്ത് നമ്മൾക്ക് അതിനുള്ള പരിജ്ഞാനമൊക്കെയും ഉണ്ടായിരിക്കാം. പക്ഷെങ്കിൽ ഈ പരിജ്ഞാനമൊക്കെയും നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നുവെങ്കിലും ക്രിസ്തുവിനെ അനുസരിക്കുന്നില്ല എങ്കിൽ നമുക്കതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ജീവിത യാത്രയിൽ നമ്മളുടെ ആത്മീയ വളർച്ചയ്ക്ക് നമ്മൾക്ക് ബലം ധൈര്യവും ഒക്കെയും പകർന്ന് തരണമെങ്കിൽ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നാം മറക്കാതെ നാം ഇടവിടാതെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വചനം ദിവസവും വായിക്കുക, അതിനെ ധ്യാനിക്കുക, അത് പഠിക്കുക, പഠിപ്പിക്കുന്നവരുടെ അടുക്കൽ അഭിപ്രായങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കുക, ചോദ്യങ്ങൾ ചോദിച്ച് സംശയങ്ങൾക്ക് അതീതമായിട്ടുള്ള ഉത്തരങ്ങൾ വേദപുസ്തകത്തിൽ കണ്ടെത്തുക. എല്ലാം ദൈവവചനത്തോട് നമ്മൾ തുലനം ചെയ്ത് വേണം ഓരോ കാര്യങ്ങളും നേരിടുവാനും മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒന്നാമത്തെ അനിവാര്യമായിട്ടുള്ള കാര്യം ദൈവവചനത്തിൽ ഉറച്ച്, ദൈവവചനമാണ് നമ്മുടെ ആത്മീയ ജീവിത വളർച്ചയ്ക്ക് ഹേതുവായിട്ടുള്ള ഒരു ഘടകമെന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായിട്ട്, വിശ്വാസമില്ലാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിത യാത്രയിൽ മുന്നേറുവാനായിട്ട് സാധ്യമല്ല. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹവും പെരുകുകയും വരികയാൽ ഞങ്ങൾ യോഗ്യമാം വണ്ണം ദൈവത്തിന് എല്ലായ്പ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടംപെട്ടിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം ഏറ്റവും എന്തെടുക്കണം? വർദ്ധിച്ച്
ആളാം പ്രതി നിങ്ങൾക്കെല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകുവാൻ തക്കോണം ഇടയായിത്തീരണം. ആമീൻ. വിശ്വാസത്തിൽ വളരണം. വിശ്വാസ ജീവിതത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെങ്കിൽ വിശ്വാസ ജീവിതം ഏറ്റെടുത്ത് നമ്മൾ ജീവിത യാത്രയിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ വചനം ആമീൻ നമ്മളെ പോഷിപ്പിക്കുന്നത് പോലെ നമ്മൾ വിശ്വാസത്തിൽ വേണം അത് യാത്ര ചെയ്യുവാനെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആമീൻ. റോമാലേഖനം 10-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ആമീൻ. ആമീൻ. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെങ്കിൽ, നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണമെങ്കിൽ അത് ക്രിസ്തുവിന്റെ വചനത്തിലൂടെ, ക്രിസ്തുവിന്റെ വചനത്തിന്റെ കേൾവിയിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ആത്മീയ വളർച്ചയ്ക്ക് ജീവിത യാത്രയിൽ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആമീൻ വിശ്വാസം വർദ്ധിപ്പിച്ചു വരണമെങ്കിലും നമ്മൾ എന്തെടുക്കണം? ആമീൻ. ദൈവവചനത്തിൽ ആശ്രയിക്കണം. ദൈവവചനത്തിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആമീൻ നമ്മളെ ബലപ്പെടുത്തുന്നതായിട്ടുള്ള വചനങ്ങൾ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ താളടിയായി പോകാതെ, നമ്മൾ വീണു പോകാതെ, നമ്മളുടെ സാഹചര്യങ്ങൾ ഏതായാലും അതിനെയൊക്കെയും തരണം ചെയ്ത് ജീവിക്കുവാനുള്ള ദൈവകൃപ നമുക്ക് പ്രാപിക്കുവാൻ ആമീൻ അതിലൂടെ സഹായിക്കും. അത് മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ ശോധന പലപ്പോഴും ജീവിത യാത്രയിൽ നമ്മൾ ഓരോരുത്തരും നേരിടുന്ന അവസ്ഥയിൽ, ഓരോ വിശ്വാസിയും നേരിടുന്ന അവസ്ഥയിൽ ആമീൻ നമുക്കറിയാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷ സന്തോഷമെന്ന് എണ്ണിക്കൊള്ളുവിൻ. അപ്പോൾ വിശ്വാസത്തിന്റെ പരിശോധന നമ്മൾ എന്തെടുക്കുന്നു? സ്ഥിരത ഉളവാക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ ആമീൻ പതറിപ്പോകാതെ, തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, വീണു പോകാതെ നമ്മളെ നിലനിർത്തുന്നത് നമ്മുടെ വിശ്വാസത്തിന് ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധനകൾ കർത്താവ് നമുക്ക് തരുമ്പോൾ അതിലൊക്കെയും സ്ഥിരത ഉളവാക്കുവാനായിട്ടാണ്. അതിൽ നമ്മളെ ആമീൻ തള്ളിക്കളയുവാനല്ല, നമ്മളെ വീഴ്ത്തിക്കളയുവാനല്ല, ഒന്നുകൂടെ ബലപ്പെട്ട്, ഒന്നുകൂടെ സധൈര്യം മുന്നേറുവാൻ തക്കവണ്ണമായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ ശോധന നമ്മുടെ ജീവിതത്തിൽ ആമീൻ വരുമ്പോൾ അത് അശേഷ സന്തോഷമെന്ന് എണ്ണുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ആമീൻ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പരിശോധനകൾ കൂടെയാണ് നാം എത്രത്തോളം ആമീൻ ശക്തിയുള്ള ഇല്ലെങ്കിൽ ഉറപ്പുള്ള വിശ്വാസത്തിലാണ് എന്ന് നമുക്ക് തന്നെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായിട്ട് പലപ്പോഴും സാധിക്കുന്ന അവസ്ഥകൾ ആണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആമീൻ. ഇങ്ങനെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസി എന്നുള്ള പേരുള്ള നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവവചനത്തിൽ ആശ്രയിച്ച് ശോധനകളെയൊക്കെയും അതിജീവിച്ച് മുന്നേറുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ആമീൻ. ഈ വിശ്വാസത്തോടൊപ്പം തന്നെയും ക്രിസ്തീയ ജീവിത യാത്രയിൽ നമ്മൾ വളർച്ചയ്ക്ക് ആഗ്രഹിച്ച് വളർത്തുവാൻ മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നത്, നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ആമീൻ ആ വിശ്വാസം ആമീൻ അനുസരണത്തിൽ ഇല്ലെങ്കിൽ ദൈവവചനത്തിന് അടിസ്ഥാനമാക്കി ദൈവവചനത്തെ അനുസരിച്ചുള്ള ഒരു ജീവിതം, ഒരു വിശ്വാസമായിരിക്കണം നമ്മൾ. അത് ആ വിശ്വാസം മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ തക്കണം ഇടയാകണമെങ്കിൽ വിശ്വാസി വിശ്വാസ പ്രകടനം നടത്തണം. താനൊരു വിശ്വാസിയാണെന്ന് പ്രകടിപ്പിക്കുവാൻ തക്കവണ്ണം, മറ്റുള്ളവരത് കണ്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അങ്ങനെ വിശ്വാസം പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിശ്വാസമുണ്ടെന്ന് പറയും, നമ്മുടെ പ്രവൃത്തി അതിന് വിപരീതമായിട്ടാണെങ്കിൽ അത് സ്വതവേ നിർജീവമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ആ ജീവനുള്ളവരായി, മുന്നേറുന്നവരായി, സാക്ഷ്യമുള്ളവരായി ജീവിതയാത്രയിൽ പ്രോഗ്രസീവായിട്ട് നടക്കുന്ന ഒരു വിശ്വാസിയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ പ്രവൃത്തിയും നമ്മുടെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കണം. ഇല്ല എങ്കിൽ അതുമൂലം യാതൊരു പ്രയോജനവുമില്ലായിരിക്കും. അപ്പോൾ ക്രിസ്തീയ ജീവിതയാത്രയിൽ നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതയാത്രയിൽ നടക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു: കാഴ്ചയാലല്ല
വിശ്വാസത്താൽ എത്രയും നമ്മൾ നടക്കേണ്ടത്. കാഴ്ചയാലല്ല, കാഴ്ച കൊണ്ട് ഒരു പ്രയോജനമില്ല. എന്നാൽ വിശ്വാസത്താൽ നമ്മൾ എന്തെടുക്കണം? നടകൊള്ളണം. നമ്മുടെ വിശ്വാസം ആ വിശ്വാസം ദൃഢമുള്ളതായിരിക്കണം. അത് ഒരു ആത്മീയ പക്വതയുള്ള ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവവചനത്തിലും ദൈവസ്നേഹത്തിലും ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും ഉൾക്കൊള്ളതായിട്ടുള്ള ഒരു ജീവിത യാത്രയായിരിക്കണം അത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് ആ ക്രിസ്തീയ ജീവിത യാത്രയുടെ മഹാത്മ്യം ഉൾക്കൊള്ളുവാനും അത് ഏറ്റെടുക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. പലപ്പോഴും പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നമ്മളെ ക്ഷീണിപ്പിക്കുകയും തളർത്തുകയും ഒക്കെയും ചെയ്യുവാൻ തക്കവണ്ണമിടയായിത്തീരും. പലപ്പോഴും വിശ്വാസത്യാഗം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തക്കവണ്ണമുള്ള പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. ഒരുപക്ഷെ ഈവൻ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ടുള്ള, ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ നീങ്ങിപ്പോകുന്നതായിട്ടുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. പക്ഷെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഒരു തൻ്റെ ജീവിത യാത്രയിൽ മുന്നേറുമ്പോൾ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ക്രമീകരിച്ച് മുന്നേറുമ്പോൾ, കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുമ്പോൾ, ഈ കാഴ്ചയിൽ വന്ന പ്രശ്നങ്ങൾ, കാഴ്ചയിൽ വരുന്ന പ്രയാസങ്ങൾ, കാഴ്ചയിൽ മാത്രമായിട്ടുള്ള ദുഃഖങ്ങൾ, നെടുവീർപ്പുകൾ, അസുഖങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ ഇവയെല്ലാം തരണം ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം പരീക്ഷയിൽ, ശോധനയിലൊക്കെയും പ്രാർത്ഥിക്കുവാനും ദൈവവചനത്തെ അനുസരിപ്പാനും ദൈവവചനത്തിൽ നിലനിൽക്കുവാനും അത് മാത്രമല്ല ഓരോ നാളും ശക്തിയോടെ പക്വതയിൽ വളർന്നു വർദ്ധിച്ചു വരുന്നവരായി തീരുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. എന്നാൽ മാത്രമേ ഈ ക്രിസ്തീയ ജീവിത യാത്ര യേശു ക്രിസ്തുവിൻ്റെ ആ പരിജ്ഞാനത്തിൽ നമുക്ക് വളരുവാൻ തക്കവണ്ണം ഇടയായിത്തീരത്തുള്ളൂ. വളർച്ചയാണല്ലോ ഏറ്റവും മുഖ്യം. എത്രയും ദൂരം പോകണോ വളർച്ച ആവശ്യമാണ് എന്ന് പറഞ്ഞതുപോലെ അതിന് സ്റ്റാമിന ആവശ്യമാണ്. അതെല്ലാം നമുക്ക് ലഭ്യമാകുന്നത് ഈ പോഷകം നമുക്ക് അധികമായി ലഭിക്കുമ്പോഴാണ്. ദൈവവചനം നമ്മളെ അതിനായിട്ട് ബലപ്പെടുത്തും, ദൈവവചനം അതിനായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തും എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. അതുപോലെ തന്നെ നമ്മൾ വെറുതെ ഈ വിശ്വാസ ജീവിതത്തിൽ കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, സ്നേഹത്തിൽ വളർന്നു വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. സ്നേഹം കൂടാതെ നമുക്ക് വളർച്ച പ്രാപിക്കുവാനായിട്ട് സാധ്യമല്ല. ഫിലിപ്പിയർ ലേഖനം 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ച് വരട്ടെ എന്ന് പറഞ്ഞാൽ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും എന്തെടുക്കണം? വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അങ്ങനെയുള്ള വർധന പ്രാപിച്ചാൽ മാത്രമേ ആ ശൈശവത്തിൽ നിന്ന് ഒരു പക്വതയുള്ള ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഇടയാകുള്ളൂ. വിശ്വാസ ജീവിതം വളർച്ചയുടെ ജീവിതമാണ്. വളർന്ന് വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം കട്ടിയായിട്ടുള്ള ആഹാരം കട്ടിയായിട്ടുള്ള ആഹാരം ഭക്ഷിക്കുവാൻ, അതിൻ്റെ പോഷകം നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ തളർന്ന് ക്ഷീണിച്ചു പോകാതെ മുന്നേറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കർത്താവിനെ നമ്മൾ സമ്പൂർണ്ണമായിട്ട് നമ്മളെ സ്നേഹിച്ച ദൈവത്തെ നമ്മളും സമ്പൂർണ്ണമായി സ്നേഹിക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. ആ സ്നേഹം പകർന്നു കൊടുക്കുവാൻ, ആ സ്നേഹം അവനുമായിട്ട് പങ്കിടുവാൻ നമുക്ക് ക്രിസ്തീയ ജീവിതയാത്രയിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. യോഹന്നാൻ സുവിശേഷം 14-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ കൽപ്പനകളെ കാത്തുകൊള്ളുന്ന ഒരുവന് മാത്രമേ വിശ്വാസത്തിൽ മുന്നേറുവാൻ, വിശ്വാസത്തിൽ വളർന്നു വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ഇടയാകത്തുള്ളൂ. ആ വിശ്വാസത്തിൻ്റെ ശോധന നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ മുന്നേറുവാൻ തക്കവണ്ണം നമ്മൾ ഒറ്റയ്ക്കല്ല, മറിച്ച് അന്യോന്യം ബലപ്പെടുത്തി അന്യോന്യം നമ്മളാ ലഭിച്ച സ്നേഹം പങ്കിട്ടുകൊണ്ട് വളരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. 1 തെസ്സലോനിക്കർ
3 അധ്യായം അതിൻ്റെ 12 വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരുമായുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാകുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്നവരായി, അന്യോന്യം സ്നേഹത്തിൽ വർദ്ധിച്ച് കവിഞ്ഞിരിക്കുന്നവരായി ഇരിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് നമുക്കവിടെ ലഭിക്കുന്നത്. ക്രിസ്ത്യ ജീവിത യാത്രയിൽ സ്വയമായിട്ട് സ്വന്തമായിട്ട് സ്വന്തം താല്പര്യത്തിലല്ല, മറിച്ച് മറ്റുള്ളവരെ സ്നേഹത്തിലും മറ്റുള്ളവരെ അവിശ്വാസത്തിലും ആനയിച്ച് മറ്റുള്ളവരെയും ബലപ്പെടുത്തി മറ്റുള്ളവരെയും ആ പക്വതയിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ഇടയാക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ മാത്രമേ ഈ ക്രിസ്ത്യ ജീവിത യാത്രയിൽ മുന്നേറുവാൻ തക്കവണ്ണം, വളരുവാൻ തക്കവണ്ണം ഇടയായിത്തീരത്തുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2 പത്രോസ് 1 അധ്യായം 5 വാക്യത്തിൽ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടും വീര്യത്തോടും പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും ഇന്ദ്രിയജയത്തോട് സ്ഥിരതയോട് ഭക്തിയോട് സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ഇത് കൂട്ടിക്കൊള്ളുവാനായിട്ട് ഒരു നമ്മുടെ ക്രിസ്ത്യ ജീവിത വിശ്വാസ യാത്രയിൽ നമ്മളുടെ ആ ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവ ഗുണങ്ങൾ വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അത് വർദ്ധിച്ചാൽ മാത്രമേ ഈ യാത്രയിൽ നമുക്ക് അതിജീവിക്കുവാനും മുന്നേറുവാൻ തക്കവണ്ണമാണ്. ആവശ്യമായിട്ടുള്ള വളർച്ചയിലേക്ക്, നമുക്ക് ആ പക്വതയിലേക്ക് എത്തണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയത്തോട് സ്ഥിരതയോട് ഭക്തിയോട് സഹോദരപ്രീതിയോട് സ്നേഹവും നമ്മൾ എന്ത് കൊടുക്കണം? കൂട്ടിക്കൊള്ളുവാൻ. ഇതൊന്നും മാറ്റിവെക്കുവാനല്ല, ഇത് ഓരോ ദിവസവും ഓരോ ദിനവും നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അങ്ങനെ ഒന്നിനോടൊന്ന് കൂട്ടിക്കൊണ്ട് സൽഗുണങ്ങളെ പ്രാപിച്ച് നമ്മുടെ സ്വഭാവങ്ങളെ ക്രിസ്ത്യ ജീവിതത്തിന് ഉൾക്കൊണ്ടതായിട്ടുള്ളൊരു ജീവിതം നയിക്കുവാൻ അതെല്ലാം സഹായിക്കുകയും ഉതകുകയും ചെയ്യുന്ന വസ്തുതയാണെന്ന് മനസ്സിലാക്കി നമ്മളതിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അങ്ങനെയാണ് ക്രിസ്തുയേശുവിലുള്ള പരിജ്ഞാനത്തിൽ നമുക്ക് വളരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ വളരുന്ന, നമുക്കറിയാം, ഒരു ശിശു വളർന്ന് ഒരു പുരുഷനായി അല്ലെങ്കിൽ ഒരു സ്ത്രീയായി മാറിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അനേക പക്വതയുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നത് പോലെ ആത്മീയമായിട്ട് ശിശുവായിരിക്കുന്ന നമ്മൾ ഈ ദൈവവചനമെല്ലാം നമ്മളെ പോഷിപ്പിച്ച് നമ്മളെ വളർത്തി കഴിയുമ്പോൾ നമ്മളും അങ്ങനെയുള്ള ദൃഢമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ശോധനയിലൊക്കെയും പിടിച്ചു നിൽക്കുവാനും നമ്മുടെ ജീവിതയാത്രയിൽ അലയുന്നതും നമ്മളെ തോൽപ്പിക്കുന്നതും നമ്മളെ പരാജയപ്പെടുത്തി നമ്മളെ വീഴ്ത്തുന്നതുമായിട്ടുള്ള അനുഭവങ്ങൾ ഒന്നായി നേരിടുമ്പോഴും നമ്മൾ നിലനിൽക്കുവാൻ തക്കവണ്ണം, നിലനിൽക്കുമ്പോൾ നമുക്ക് വളരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ വളർച്ചയിൽ നമ്മൾക്ക് എന്ത് സംഭവിക്കും? വളർന്ന വൃക്ഷത്തിലെ ഫലങ്ങളുണ്ടാകുകയുള്ളൂ. വളർച്ച പ്രാപിച്ച ഒരു വൃക്ഷത്തിൽ മാത്രമേ നമുക്ക് ഫലം പറിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ നാം എന്തെടുക്കണം? വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ജീവിത യാത്രയിൽ വേണ്ടുന്നതായിട്ടുള്ള ദൈവവചന പോഷണം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ മാത്രമേ ആത്മീയമായിട്ടുള്ള നൽഫലങ്ങളെ നമുക്ക് പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആത്മാവിൻ്റെ ഫലം എന്തുവാണ്? ഗലാത്യലേഖനം 5 അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത
ഇന്ദ്രിയജയം, ഇങ്ങനെ ഈ 9 ഫലങ്ങളെ പുറപ്പെടുവിക്കണമെങ്കിൽ, ഈ 9 ഫലങ്ങൾ മറ്റുള്ളവർ കാണണമെങ്കിൽ, ആമേൻ, ആത്മീയ പക്വത പ്രാപിച്ച് ആത്മീയ മരങ്ങളായി നമ്മൾ വളർന്ന ശേഷം, ആമേൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് ഈ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ തക്കോണമിടയായിത്തീരും. അപ്പോൾ മാത്രമേ ക്രിസ്തീയ ജീവിത യാത്രയിൽ നമ്മൾ വിജയകരമായിട്ടുള്ളൊരു യാത്ര മുന്നോട്ട് കൊണ്ടുപോകുവാൻ തക്കോണം ക്ഷീണിതരായിട്ടല്ല, മറിച്ച് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷമായിട്ട്. അതുകൊണ്ട് വചനത്തിൽ നമ്മൾ വായിക്കുന്ന വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്ന വൃക്ഷം എന്ന് പറഞ്ഞാൽ, ആമീൻ, ഇലവാടാത്തതായിട്ടുള്ള വൃക്ഷം, ഫലം കായ്ക്കുന്നതായിട്ടുള്ള വൃക്ഷം, ഇങ്ങനെയുള്ള വൃക്ഷം, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം, ആമീൻ, വിശ്വാസത്തിൽ വേരൂന്നിയതായിട്ടുള്ള വൃക്ഷം. ഈ വൃക്ഷത്തിൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ വൃക്ഷത്തിൻ്റെ ഫലം കണ്ടാണ് മറ്റുള്ളവർ, ആമീൻ, ഈ വൃക്ഷത്തെ ആകാംക്ഷയോടുകൂടെ ഉൾക്കൊള്ളുന്നതും കൈക്കൊള്ളുന്നതും ആ ഫലങ്ങൾ അനുഭവിക്കുന്നതും ആ ഫലങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ചുവട്ടടികൾ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ വിശ്വാസത്തിൽ വളർന്ന് വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ഇതെല്ലാം ഹേതുവാകുന്നു എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. 1 കൊരിന്ത്യർ 15-58 വാക്യത്തിൽ നമ്മളിങ്ങനെ, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും എന്തെടുക്കണം? വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. നാം ആരും ക്ഷീണിച്ചു പോകുവാനായിട്ടല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. ആ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായിട്ട്, നാം ശോഷിച്ചു പോകുന്നവരായിട്ടല്ല, മറിച്ച് വർദ്ധിച്ചു വരുന്നവരായിട്ട്. ഒരു കുഞ്ഞും ആ കുഞ്ഞിനെ പോലെ ഇരിക്കണമെന്നൊരു മാതാപിതാക്കളും ആഗ്രഹിക്കാത്തതുപോലെ നമ്മുടെ ദൈവവും നമ്മളെക്കുറിച്ച്, ആമീൻ, നമ്മുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന ഒരു കർത്താവാണ്. ആത്മീയ ഫലങ്ങളെ പുറപ്പെടുവിക്കാൻ തക്കോണം ഇടയാകുന്ന ഒരു ക്രിസ്തീയ ജീവിത വളർച്ചയാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. ഗലാത്യലേഖനം 6-9 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ, ആമീൻ, ഈ ഫലങ്ങൾ മറ്റുള്ളവർ അനുഭവിക്കുവാൻ തക്കവണ്ണം നാം ഒരു മടിയും കാണിക്കരുത്. നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിലും അവരും സന്തോഷം അനുഭവിക്കുവാനും അവർ കർത്താവിനെ ഉൾക്കൊള്ളുവാനും, ആമീൻ, ആത്മീയ ഫലങ്ങൾ, ആമീൻ, അവരുടെ ജീവിതത്തിലും പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ പ്രയത്നം ഒന്നും വേസ്റ്റായി പോകുന്നില്ല. നമ്മുടെ അധ്വാനം എല്ലാം ആ ഫലം കാണുമ്പോൾ, ആമീൻ, നമുക്ക് സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിന് അല്പസം കാത്തിരിക്കണം. പെട്ടെന്ന് സംഭവിച്ചെന്ന് വരികയില്ല. പക്ഷെങ്കിൽ അതിനുള്ള ആഗ്രഹവും അതിനുള്ളൊരു വാഞ്ചയും, ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാനുള്ളൊരു വാഞ്ച, ദൈവവചനത്തെക്കുറിച്ചുള്ള വാഞ്ച, ആമീൻ, എനിക്ക് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ആത്മീയമായിട്ട് അത് ഓരോ ദിവസവും, ആമീൻ, നമുക്ക് ദൈനംദിനം നമ്മളെ പോഷിപ്പിച്ച് ബലപ്പെടുത്തി ശക്തീകരിച്ച് നമ്മൾക്ക് ഈ ആത്മീയ ജീവിതം നയിക്കുവാൻ തക്കോണം നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 2-10 വാക്യത്തിൽ പറയുന്നത്, ഇങ്ങനെയുള്ളവർക്ക്, ആമീൻ, എന്ത് സംഭവിക്കും? മരണപര്യന്തം വിശ്വസ്തരായിരിക്കണം. മരണപര്യന്തം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തുടങ്ങിയവരല്ല, ആമീൻ, അത് അങ്ങ് മരണം നേരിടുന്നിടം വരെയും മരണപര്യന്തം എന്തെടുക്കണം? വിശ്വസ്തരായിരിക്കണം. വിശ്വാസത്തിൽ നിലനിൽക്കും. വിശ്വാസ യാത്രയിൽ നടുക്ക് വെച്ച് ക്ഷീണിച്ച് പട്ടുപോകുവാനായിട്ടല്ല, ആ വിശ്വാസം ഓട്ടം തികയ്ക്കുവാൻ തക്കവണ്ണമുള്ളൊരു ഓട്ടം, ആമീൻ, വിശ്വാസ ജീവിത യാത്ര, ആമീൻ, പൂർത്തീകരിക്കുവാനായിട്ടുള്ളൊരു വാഞ്ച, ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ ആ യാത്രയിൽ മുന്നോട്ട് തന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും,
പ്രതിഫലം നൽകുവാൻ, പ്രതിഫലം ലഭിക്കുവാനായിട്ട് നമ്മളെ തന്നെ ആമീൻ അതിനുവേണ്ടി ഒരുക്കുന്ന ഈ ഓട്ടക്കളത്തിൽ നമ്മൾ ഓടുമ്പോൾ എല്ലാവരും വെറുതെ ഓടുന്നില്ല, വിരുദ് പ്രാപിക്കുവാനായിട്ട് ഓടണം. വിരുദ് പ്രാപിക്കുവാൻ തക്കവണ്ണം ജീവപര്യന്തം വിശ്വസ്തനായിരിക്കണം. ജീവപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ആമീൻ മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ആമീൻ നമുക്ക് എന്തെടുക്കും? ജീവകിരീടം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ആമീൻ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. സ്നേഹത്തിൽ അന്യോന്യം നാം ആമീൻ സ്നേഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ക്രിസ്തീയ മൂല്യങ്ങളുള്ള ഒരു ജീവിതം കട്ടപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അതുമാത്രമല്ല, നല്ല ആമീൻ സ്നേഹത്തിലും നല്ല കൂട്ടായ്മയിലും നമ്മൾ ഭാഗവാക്കാകി അന്യോന്യം നമ്മൾ സ്നേഹിക്കാനും സഹകരിക്കുവാനും നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. എന്നാൽ എന്തു സംഭവിക്കും? വിശ്വാസ ജീവിതയാത്ര പതറിപ്പോകാതെ ദൃഢമായിട്ടുള്ള ഒരു ജീവിതയാത്ര നമുക്ക് കെട്ടപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മൾ വായിച്ച കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. അവനിപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. ആമേൻ. കൃപയിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുമായ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവീൻ. ആ പരിജ്ഞാനത്തിൽ വളരുവാൻ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ, നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ. ക്രിസ്തീയ ജീവിതയാത്ര നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലെസ്. താങ്ക് യു.